പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനും അമേരിക്കയും ചേർന്നൊരുക്കിയ ഒരു കൊടും വഞ്ചനയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അധികം ആരും സംസാരിക്കാത്ത, പറയാൻ പേടിക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്ന ഒരു കഥ. അതായത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഭാരതം ഒരു മഹാശക്തിയായി ആഗോള വേദിയിൽ ഉദിച്ചുയരുന്നത് തടയാൻ അമേരിക്കയിലെ ഇരുണ്ട ഇടനാഴികളിൽ നടന്ന ഒരു കൊടും ചതി. ഭാരതത്തിന്റെ മണ്ണ് വീരപുത്രന്മാരുടെ രക്തത്താൽ നനഞ്ഞപ്പോൾ ആ രക്തക്കറ ഒഴുകിക്കളയാൻ പാകിസ്ഥാൻ അമേരിക്കയിലെ അധികാര കേന്ദ്രങ്ങളിൽ കോടികൾ ഒടുക്കി. അസീം മുനീർ എന്ന പാക് സൈന്യാധിപനും അമേരിക്കയിലെ കരുത്തരായ ലോബിയിങ് ഗ്രൂപ്പുകളും ചേർന്ന് ഭാരതത്തിനെതിരെ ഒരുക്കിയ അദൃശ്യ ചതിക്കുഴി എന്തായിരുന്നു? ഭാരതത്തിന്റെ വളർച്ചയിൽ വിറളി പൂണ്ട അയൽ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ മെനഞ്ഞ തിരക്കഥ. ഇത് വെറുമൊരു വീഡിയോ അല്ല, ഓരോ ഭാരതീയന്റെയും രക്തം തിളക്കുന്ന തിരിച്ചറിവുകൾ നൽകുന്ന ഒരു റിപ്പോർട്ടാണ്. ഒരു രാജ്യം അതിന്റെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കിടന്ന് നരകിക്കുമ്പോഴും മറ്റൊരു രാജ്യത്തിന്റെ വളർച്ച തടയാനായി കോടികൾ ചിലവാക്കി എങ്ങനെയാണ് ലോബിയിങ് നടത്തുന്നത് എന്നറിയുമ്പോഴാണ് ആ രാജ്യത്തിന്റെ ഗതികേട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഭാരതത്തിന്റെ സ്വർഗമായ കശ്മീരിലെ പഹൽഗാം, അവിടെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഭീരുക്കളെ പോലെ ഒളിച്ചിരുന്ന് ഭീകരർ ആക്രമണം നടത്തിയപ്പോ രാജ്യം ഒന്നടങ്കം വിതുമ്പി. എന്നാൽ ആ കണ്ണുനീർ പെട്ടെന്ന് തന്നെ അഗ്നിയായി മാറി. ഭാരതം ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് റാവൽപിണ്ടിയിലെ പാക് സൈനിക ആസ്ഥാനത്തിന് കൃത്യമായി അറിയാമായിരുന്നു. സർജിക്കൽ സ്ട്രൈക്കുകളുടെയും ബാലാകോട്ട് ആക്രമണങ്ങളുടെയും ചരിത്രം അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. ഇവിടെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ പഴയ തന്ത്രം മാറ്റിയത്. അവർക്കറിയാമായിരുന്നു സൈനികമായി ഇന്ത്യയോട് ഏറ്റുമുട്ടിയാൽ തങ്ങൾ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന്. അതുകൊണ്ട് അവർ യുദ്ധക്കളം മാറ്റി ചവിട്ടി. കശ്മീരിലെ മലനിരകളിൽ നിന്ന് അവർ യുദ്ധം വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിനടുത്തുള്ള കോർപ്പറേറ്റ് ലോബിയിങ് ഓഫീസുകളിലേക്ക് മാറ്റി. ഭാരതത്തിന്റെ ഓരോ വളർച്ചയും തങ്ങളുടെ അന്ത്യമാണെന്ന് തിരിച്ചറിഞ്ഞ പാക് ഭരണകൂടം ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ ഒരു അക്രമാത്മക രാജ്യം അഥവാ അഗ്രസീവ് നേഷൻ എന്നായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ ആ നിമിഷം തന്നെ ആരംഭിച്ചു. ഭാരതത്തിന്റെ ന്യായമായ പ്രതിരോധത്തെ യുദ്ധക്കൊതിയായി ചിത്രീകരിക്കാനാണ് അവർ ശ്രമിച്ചത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സൈന്യത്തിന്റെ തലവൻ. എന്നാൽ അമേരിക്കയിലെ സാധാരണക്കാർക്ക് മുന്നിലും ഭരണാധികാരികൾക്ക് മുന്നിലും ഇദ്ദേഹത്തെ ഒരു സമാധാന പ്രേമിയായി അവതരിപ്പിക്കണമായിരുന്നു. ഇതിനായി പാകിസ്ഥാൻ തിരഞ്ഞെടുത്തത് ഈഗിൾ കൺസൾട്ടിംഗ് എന്ന വമ്പൻ അമേരിക്കൻ ലോബിയിങ് സ്ഥാപനത്തെയാണ്. ഏകദേശം $1.5 മില്യൺ, അതെ 12 കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് ഈ ഒരു കാര്യത്തിനായി മാത്രം പാകിസ്ഥാൻ ചെലവാക്കിയത്. വിദേശ നാണയ ശേഖരം തീർന്ന് ജനങ്ങൾ ആട്ടയ്ക്കും പാലിനും വേണ്ടി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി തല്ലുകൂടുമ്പോഴാണ് ഭാരത വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഈ പണം അവർ അമേരിക്കയിലേക്ക് കടത്തിയത്. എന്തായിരുന്നു ഈ ഈഗിൾ കൺസൾട്ടിംഗിന്റെ ദൗത്യം? അസീം മുനീറിനെ ഒരു റെസ്പോൺസിബിൾ ഗ്ലോബൽ ലീഡറായി ചിത്രീകരിക്കുക, പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭാരതത്തിന്റെ ആഭ്യന്തര പരാജയമാണെന്ന് വരുത്തി തീർക്കാനും പാകിസ്ഥാൻ വെറുമൊരു ഇരയാണെന്ന് വരുത്തി തീർക്കാനും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇവർ പെയ്ഡ് ലേഖനങ്ങൾ എഴുതിച്ചു. ഭാരതം ലോകത്തിന്റെ വളർച്ചയ്ക്ക് ഭീഷണിയാണെന്ന തരത്തിലുള്ള ചർച്ചകൾ ഇവർ അമേരിക്കൻ തിങ്ക് ടാങ്കുകളിൽ പടച്ചുവിട്ടു. ഒരു രാജ്യത്തിന്റെ സൈന്യാധിപനെ സമാധാന ദൂതനായി അവതരിപ്പിക്കാൻ ഇതിലും വലിയൊരു നാടകം വേറെ ഉണ്ടാകില്ല. ഇന്ന് നമ്മൾ കാണുന്നത് രാഷ്ട്രീയമായ ഒരു വഞ്ചനയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനം പാകിസ്ഥാൻ കൃത്യമായി മുൻകൂട്ടി കണ്ടു. ട്രംപിന്റെ മുൻ ബോഡി ഗാർഡായ കീത്ത് സ്കില്ലർ നേതൃത്വം നൽകുന്ന ജാവേൻ അഡ്വൈസേഴ്സ് എന്ന സ്ഥാപനത്തെ പാകിസ്ഥാൻ വാടകയ്ക്കെടുത്തു. പ്രതിമാസം $50,000 പണം നൽകി അവർ ട്രംപിന്റെ വിശ്വസ്തരുടെ ചെവിയിൽ വിഷം നിറച്ചു. ഭാരതം ഒരു ആണവ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു, ഇന്ത്യയുടെ നിലപാടുകൾ മിഡിൽ ഈസ്റ്റിലെ സമാധാനം തകർക്കുന്നു, ഇതായിരുന്നു അവരുടെ പ്രചാരണം. ലോകം ഭാരതത്തെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുമ്പോൾ അമേരിക്കൻ അധികാര കേന്ദ്രങ്ങളിൽ ഭാരതത്തെ സംശയത്തിന് നിഴലിൽ നിർത്താൻ ഈ ലോബിയിങ് ഗ്രൂപ്പ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ചു. ഭാരതത്തിന്റെ വളർച്ചയിൽ വിറളി പൂണ്ട പാകിസ്ഥാൻ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തെ പോലും ഇന്ത്യക്കെതിരെ തിരിക്കാൻ ശ്രമിച്ചു. ഭാരതത്തിലേക്ക് വരുന്ന ഓരോ വിദേശ നിക്ഷേപത്തെയും തടയുക എന്നതായിരുന്നു ഇതിന്റെ പരോക്ഷമായ ലക്ഷ്യം. പാകിസ്ഥാൻ വെറും ഒരു സൈനിക നീക്കമല്ല നടത്തിയത്, അവരൊരു സാമ്പത്തിക ചതുരംഗക്കളം കൂടി ഒരുക്കിയിരുന്നു. റോബർട്ട് സൈഡൻ എന്ന ലോബിയിങ് യൂണിറ്റിന് ലക്ഷക്കണക്കിന് ഡോളർ നൽകി അവർ ഒരു പുതിയ റിപ്പോർട്ട് തയ്യാറാക്കി. ചൈനയെ മറികടക്കാൻ അമേരിക്കയ്ക്ക് ആവശ്യമുള്ള റെയർ എർത്ത് മിനറൽസ്, അപൂർവ ധാതുക്കൾ പാകിസ്ഥാനിലുണ്ടെന്ന് അവർ അമേരിക്കൻ കോർപ്പറേറ്റുകളെ വിശ്വസിപ്പിച്ചെടുത്തു. ഭാരതം ഇന്ന് ലോകത്തിന്റെ നിർമ്മാണ ഹബ്ബായി മാറുകയാണ്. ആ സ്ഥാനം തട്ടിയെടുക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ച് നീട്ടി. ഇന്ത്യയെ വിശ്വസിക്കുന്നതിനേക്കാൾ ലാഭം ഞങ്ങളെ സഹായിക്കുന്നതാണ് എന്നൊരു നരേറ്റീവ് അവർ ഉണ്ടാക്കിയെടുത്തു. ഭാരതത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ അവർ നടത്തിയ ഈ നീക്കം നമ്മുടെ വളർച്ചയോടുള്ള അവരുടെ കടുത്ത അസൂയയുടെ തെളിവാണ്. സ്വന്തം രാജ്യം കടക്കിണിയിൽ മുങ്ങുമ്പോൾ മറ്റൊരാളുടെ വീട് നിന്ന് കത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവനെ പോലെയാണ് പാകിസ്ഥാൻ പെരുമാറുന്നത്. ഈ ഓപ്പറേഷന്റെ ഏറ്റവും ക്രൂരമായ ഭാഗം നിർവഹിച്ചത് സ്ക്വയർ പാറ്റേൺ ബോക്സ് എന്ന സ്ഥാപനമാണ്. ഇവർ നയിച്ചതൊരു നരേറ്റീവ് വാർ അഥവാ വിവര യുദ്ധമാണ്.
പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ പ്രതിരോധ നീക്കങ്ങളെ അധിനിവേശം എന്ന് വിളിക്കാൻ അവർ മാധ്യമങ്ങളെ സ്വാധീനിച്ചു. അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾക്കിടയിൽ ഭാരതവിരുദ്ധ വികാരം വളർത്താനായി ഇവർ പ്രത്യേക യോഗങ്ങൾ തന്നെ ചേർന്നു. ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊരു കള്ളക്കഥയൊക്കെ ആഗോള മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസായി വരാൻ ഇവർ പണമെറിഞ്ഞിരുന്നു. സത്യം ഇങ്ങനെ മുഴച്ചു നിൽക്കുമ്പോഴും നുണ ലോകം ചുറ്റിവരുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്? ഭാരതം അനുഭവിച്ച വേദനയെ ലോകത്തിന് മുന്നിൽ ഒരു തമാശയെ മാറ്റാനാണ് ഈ ലോബിയിങ് സംഘം ശ്രമിച്ചത്. കശ്മീരിലെ ജനങ്ങളെ ഇന്ത്യ പീഡിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വ്യാജ വീഡിയോകളും ഫോട്ടോകളും പ്രചരിപ്പിക്കാൻ അവർക്ക് അന്താരാഷ്ട്ര PR ഏജൻസികളുടെ സഹായം ലഭിച്ചു. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഇത്രയധികം രാജ്യങ്ങൾ ഭാരതത്തിനെതിരെ നീങ്ങുന്നത് എന്ന്. ഉത്തരം വളരെ ലളിതമാണ്. ഭാരതത്തിന്റെ കുതിപ്പ് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഡിജിറ്റൽ വിപ്ലവം നടത്തുന്നു, നമ്മൾ പ്രതിരോധ കയറ്റുമതിയിൽ റെക്കോർഡ് ഇടുന്നു, നമ്മൾ ലോകത്തിന്റെ മരുന്ന് കടയായി മാറുന്നു. ഈ വളർച്ച പലർക്കും ദഹിക്കുന്നില്ല. ഭാരതം ഒരു വിശ്വഗുരുവായി മാറുന്നത് തടയാൻ പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളെ കരുവാക്കി വൻ ശക്തികൾ കളിക്കുന്ന കളി കൂടിയാണിത്. ഇന്നത്തെ ലോകക്രമത്തിൽ ഇന്ത്യയെ തഴഞ്ഞു മുന്നോട്ടു പോകാൻ ആർക്കും കഴിയില്ല. അത് മനസ്സിലാക്കിയ ശത്രുക്കൾ ഇന്ത്യയെ ആഭ്യന്തരമായി തകർക്കാൻ ശ്രമിക്കുന്നു. മതം, ഭാഷ, പ്രദേശം എന്നീ അടിസ്ഥാനങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഇത്തരം വിദേശ ലോബികൾ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ലോബിയിങ് വെറും ഭീകരവാദത്തിൽ മാത്രം ഒതുങ്ങുന്നുമില്ല. അത് ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന കൂടിയാണ്. പഹൽഗാം ആക്രമണം കഴിഞ്ഞ് വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതെല്ലാം എങ്ങനെ സാധിച്ചു എന്ന് പലരും ചോദിക്കാറുണ്ട്. സത്യത്തിൽ പാകിസ്ഥാൻ ഇത് കാലങ്ങളായി തയ്യാറെടുത്ത് വെച്ചിരുന്നതാണ്. ഒരു വലിയ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഏതെല്ലാം ലോബിയിങ് ഏജൻസികളെ വിളിക്കണം, ആർക്കൊക്കെ പണം നൽകണം എന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. ഒരു രാജ്യം ഭീകരാക്രമണം നടത്തുമ്പോൾ സാധാരണ പ്രതിരോധത്തിലാവാറാണ് പതിവ്. എന്നാൽ ഇവിടെ പാകിസ്ഥാൻ ആക്രമണകാരിയായി ലോബിയിങ് രംഗത്തേക്ക് കടന്നു വന്നു. ഇത് ഒരു സൈനിക നീക്കം പോലെ കൃത്യമായ ആസൂത്രണത്തോടെ നടന്നതാണ്. ഇത്രയധികം നുണപ്രചാരണങ്ങൾ നടന്നിട്ടും ഭാരതം തളർന്നില്ല എന്ന് കൂടി നമ്മൾ ഓർക്കണം. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ തിരിച്ചടിച്ചില്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ നയതന്ത്ര സംവിധാനം അതീവ ജാഗ്രതയോടെയാണ് എല്ലാം നേരിടുന്നത്. സത്യം ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ നീക്കങ്ങളും അഭിനന്ദനീയമാണ്. എങ്കിലും ഈ സംഭവം നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. ഇൻഫർമേഷൻ വാർഫെയറിൽ നമ്മൾ ഇനിയും ശക്തരാകണം. തോക്കുകളേക്കാൾ മൂർച്ചയുള്ളതാണ് ഇന്ന് നരേറ്റീവുകൾ. ശത്രുവിന്റെ നുണകളെ മുളയിലേ നുള്ളാൻ നമുക്ക് ഡിജിറ്റൽ യുഗത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണ്. പാകിസ്ഥാൻ എത്ര കോടികൾ ഒഴുക്കിയാലും അമേരിക്കയിലെ എത്ര ലോബിയിങ് ഗ്രൂപ്പുകളെ വിലക്കെടുത്താലും 140 കോടി ജനങ്ങളുടെ കരുത്തുള്ള ഭാരതത്തെ തളർത്താൻ ആർക്കും കഴിയില്ല. സത്യത്തിന്റെ സൂര്യപ്രകാശത്തിന് മുന്നിൽ നുണകളുടെ ഈ മഞ്ഞുതുള്ളികൾ ഉരുകിത്തീരും. പഹൽഗാമിൽ മരിച്ചു വീണ നമ്മുടെ സാധാരണക്കാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഉറക്കെ പറയാം, ഇന്ത്യയുടെ വളർച്ച ഇനി ആർക്കും തടയാനാകില്ല. ഈ ചതിയുടെ കഥകളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.